ഹലോ, നമസ്കാരം. ഇത് ഒരു ട്രീ ഗ്രൂ എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട ഒരു മാങ്ങയാണ് കേട്ടോ. മാങ്ങയാണ്, ചക്ക എന്നുണ്ടെങ്കിൽ പടവലങ്ങ അങ്ങനെ ഒന്നും കണ്ടു തെറ്റിയിരിക്കേണ്ട. എൻ്റെ തലയുടെ അത്രയും വലുപ്പമുള്ള ഒരു മാങ്ങ. ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ ഗ്രൂ ഈ ഒരു മാങ്ങ തന്നെ 3.5 കിലോ 4 കിലോ ഭാരമുള്ള മാങ്ങയാണ് കേട്ടോ അത്. ഇതധികം പഴുക്കാനായിട്ട് നിർത്തരുത്. പഴുക്കില്ല. നമുക്കൊരു ചെനപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം പറിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ആ ചെനപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിനകത്ത് പുഴുക്കളും വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമുക്കൊരു ഉപകാരമില്ലാണ്ട് ചീത്തയായി പോകുള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ നമുക്ക് കട്ട് ചെയ്യാനുള്ള മാങ്ങ. ചക്ക പോലത്തെ മാങ്ങ. ട്രീ ഗ്രൂ എന്നാണ് ഇതിൻ്റെ ഈ ഒരു നെയിം വന്നത്. അതിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ പാത്രം സെറ്റ് ചെയ്ത് പാത്രത്തിൽ ഈ മാങ്ങ വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വലിപ്പം ഈ മാങ്ങയുടെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് അങ്ങനെ കുലുക്കി കഴിഞ്ഞപ്പോൾ ഉള്ളിൽ മാങ്ങാണ്ടി കിടന്നിട്ട് കുലുങ്ങണ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. കട എന്ന് പറഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെത്തി നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സാധാരണ കത്തി. ഓക്കെ, ഇത് എവിടെ നിന്ന് ചെത്തി തുടങ്ങണമെന്ന് യാതൊരു എന്തായാലും ഇത് മൊത്തമായിട്ട് എനിക്ക് തിന്ന് തീർക്കാനോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള കാര്യത്തിനൊന്നും പറ്റില്ല. ഇത് കട്ട് ചെയ്തിട്ട് നല്ല ഉറപ്പാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് തിന്ന മാങ്ങ പോലെയല്ല ഇത്. മുറിച്ചെടുക്കാനും നല്ലോണം പണിപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുന്നു. സോ നമുക്കൊരു ചെറിയൊരു പീസ് ഇതുമെന്നിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് പീസാക്കിയതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ ചെത്തിയിട്ട് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാവില്ല. ഓക്കെ, ഇപ്പം ഇതാണ് ഒരു ചെനപ്പ് വന്ന മാങ്ങയാണ്. കണ്ടോ, ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. സോ നേരിയ പുളിപ്പോടുകൂടി ഉള്ളതാണ്. തൊണ്ടിന് ചവർപ്പോ അങ്ങനെ വേറൊന്നുമില്ല. ഇത് നമുക്ക് മെയിനായിട്ട് ഈ സലാഡ്സിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള മാങ്ങയെന്നാണ് എൻ്റെ ഒരു ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരിയ പുളിപ്പും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കങ്ങനെ കറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയല്ല. പിന്നെ നമുക്ക് പച്ചക്ക് പഴുത്ത മാങ്ങ തിന്നണോട്ട് തിന്നാനും പറ്റില്ല. സോ ഈ സലാഡ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലേക്ക് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഇത് നമ്മൾ ഹാഫ് കണ്ടിച്ച് നമ്മുടെ ഇവിടുത്തെ പണിക്കാരിക്ക് കൊടുത്തു കേട്ടോ. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഡിസ്റ്റർബ് ആവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ ഇതെന്തായാലും നമ്മൾ പീസാക്കിയിട്ട് ഇത് മൊത്തം ഒരു ചെറിയൊരു ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ മാങ്ങാണ്ടി എനിക്ക് വേണം. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അണ്ടി ഞാൻ ഇട്ട് മുളപ്പിക്കാനുള്ള പരിപാടിയിലാണ്. നമുക്കും വേണമല്ലോ ഇതേപോലത്തെ ഒരു മാങ്ങ. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, സബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.